പരിപാലിക്കുക എന്നത് നമ്മുടെ സ്വഭാവമാണ്. ആളുകളെ പരിപാലിക്കാൻ നാം ഇഷ്ടപ്പെടുന്നു. കൂടാതെ പരിപാലിക്കപ്പെടുന്നതും നാം ഇഷ്ടപ്പെടുന്നു. പരിപാലിക്കുക എന്നത് മനോഹരമായ ഒരു മനുഷ്യവികാരമാണ്. ഇവിടെ പരിപാലിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം വളരെ ശുദ്ധമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ മാത്രം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ ആളുകളെ പരിപാലിക്കുമ്പോൾ ഉള്ളിൽ നിങ്ങൾ വളരെ ക്ഷീണിതനും അതേപോലെ വേദനയും അനുഭവിക്കുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പരിപാലിക്കുന്നു, കാരണം നിങ്ങൾ പരിപാലിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങൾ അവരെ പരിപാലിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ വളരെ ക്ഷീണിതനാണ്. നിങ്ങൾ ഇങ്ങനെ പരിപാലിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അവരിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു ഊർജം എന്താണ്? ക്ഷീണത്തിൻ്റെ ഒരു ഊർജം, താഴ്ന്ന ഒരു ഊർജം. അതായത് നിങ്ങൾ കരുതുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് നിങ്ങൾ അയക്കുന്നത് ക്ഷീണത്തിൻ്റെ ഊർജമാണ്. ഇത് കരുതലാണോ? ചിലപ്പോൾ നിങ്ങൾ വേദനിക്കുന്നു, കാരണം നിങ്ങൾ അവർക്കായി കുറേ ചെയ്തെങ്കിലും അവർ നിങ്ങളെ അഭിനന്ദിക്കാത്തതിനാൽ, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എത്താത്തതിനാൽ ചിലപ്പോൾ നിങ്ങൾ വേദനിക്കുന്നു. നിങ്ങളുടെ കഴിവിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവരെ പരിപാലിച്ചു, പക്ഷെ അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് നിങ്ങൾ നിറവേറ്റിയില്ല. നിങ്ങൾ പരിചരണം തുടരുന്നു, പക്ഷേ അവർ നിങ്ങളോട് സന്തുഷ്ടരല്ലാത്തതിനാൽ നിങ്ങൾ ഉള്ളിൽ വേദനിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വേദനിക്കുന്നത് തിരിച്ച് അവർ നിങ്ങളെ ശ്രദ്ധിക്കാത്തതിനാൽ ആയിരിക്കും. ഈ ഊർജങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അത് ക്ഷീണിതനായാലും വേദനയായാലും വിലമതിപ്പില്ലായ്മയായാലും അവരാൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നതായാലും, പരിചരണത്തിന് വിപരീതമായ ഒരു ഊർജം അത് അവിടെ പ്രസരിപ്പിക്കുന്നു. നിങ്ങൾ പരിപാലിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വേദന അനുഭവപ്പെടുന്ന ഒരു ഊർജം അത് പ്രസരിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമല്ല പരിപാലനം. നിങ്ങൾക്ക് അവരോട് എന്താണ് തോന്നുന്നത് എന്നതിലല്ല പരിപാലനം. പരിപാലനം എന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ് തോന്നുന്നത് എന്നതാണ്. പരിപാലനം എന്നത് നിങ്ങളുടെ വൈബ്രേഷനാണ്. നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജം അവരിലേക്ക് പ്രസരിക്കുന്നു. ശ്രദ്ധ പുലർത്തുക. നിങ്ങൾക്ക് സുഖമായും എളുപ്പത്തിലും ചെയ്യാൻ കഴിയുന്നത് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നതിനാൽ ചെയ്യുക. നിങ്ങൾ ഇത്രയധികം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിനാൽ ചെയ്യരുത്. ചെയ്യണമെന്ന ആഗ്രഹത്താൽ ചെയ്യുക. ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ ചെയ്യരുത്. ഊർജമാണ് എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നത്. പരിചരണം ചെയ്യുന്നതിൽ മാത്രമല്ല, പരിപാലനം നിങ്ങളുടെ അസ്തിത്വത്തിലാണ്, നിങ്ങളുടെ ഊർജത്തിലാണ്. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വൈബ്രേഷനുകൾ എന്നിവ ഉപയോഗിച്ച് അവരെ പരിപാലിക്കുക. കാരണം അതാണ് അവരെ സുഖപ്പെടുത്തുന്നത്.